അഴിമതി കേസ് പ്രതികളെ പാർപ്പിക്കാൻ വിജിലൻസിനും ലോക്കപ്പ് വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഡയറക്ടർ ജേക്കബ് തോമസ് സർക്കാരിന് കത്തയച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കും എന്നാണ് വിജിലൻസ് നിലപാട്. വിജിലൻസ് കേസുകളിൽ പോലീസിന് സമാനമായി പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ലോക്കപ്പിലടയ്ക്കാനും നടപടികൾ വേണമെന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ നിലപാട്. ലോക്കപ്പ് നിർമ്മിക്കാൻ അനുമതി ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പിനാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് കത്ത് നൽകിയിരിക്കുന്നത്. അഴിമതി കേസുകളിൽ പലതിലും അറസ്റ്റില്ലാത്തത് കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തെ ബാധിക്കുന്നുവെന്നാണ് വിജിലൻസ് പറയുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലും അഴിമതി നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന മറ്റ് കേസുകളിലും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് തെളിവ് ശേഖരണത്തിനും ചോദ്യം ചെയ്യുന്നതിനും സൗകര്യമാണ്. എന്നാൽ കൈക്കൂലി കേസുകളിലാണ് ഭൂരിഭാഗവും അറസ്റ്റ് ഉണ്ടാകുന്നുള്ളൂ. അറസ്റ്റില്ലാത്തത് മൂലം പിന്നീട് ചോദ്യം ചെയ്യലിനും വിചാരണയ്ക്കും പ്രതികൾ എത്തുന്നില്ല എന്നതും വിജിലൻസ് കേസുകളെ ദുർബലപ്പെടുത്തുന്നതായി ഡയറക്ടർ കത്തിൽ പറഞ്ഞിട്ടുള്ളതായാണ് വിവരം. ഈ സാഹചര്യത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലടയ്ക്കുന്ന നടപടി വിജിലൻസിലും അവലംബിക്കണമെന്നാണ് ഡയറക്ടറുടെ നിലപാട്. 2006 സമാനമായ സർക്കുലർ വിജിലൻസ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ലോക്കപ്പ് വേണമെന്ന വിജിലൻസ് നിലപാട് അപ്രായോഗികമാണെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അഴിമതിക്കാർ അഴിക്കുള്ളിലാകുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, CPM നേതാവ് A റഹീം, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ, അഭിഭാഷകൻ ശിവൻ മഠത്തിൽ എന്നിവർ.